ഹായ് ഡിയേഴ്സ്, ഇന്ന് വൃശ്ചികം 18 കാർത്തിക നാൾ ശ്രീ രാലൂർക്കാവ് വനദുർഗാ ക്ഷേത്രത്തിൻ്റെ ഉത്സവ ദിവസമാണ്. ക്ഷേത്രത്തിൽ പോയാലോ? ചേട്ടനും മക്കളും ഉണ്ട്. ഒപ്പം ഒരു 10 വർഷത്തോളമെങ്കിലും ആയിട്ടുണ്ട് ഈ രാലൂർക്കാവ് ക്ഷേത്രത്തിൽ പോയിട്ട്. ഈ പ്രദേശക്കാർക്ക് പ്രധാനമായിട്ടും കാർത്തിക ദിവസം ഓർമ്മ വരുന്നത് ഈ രാലൂർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവവും ദീപം തെളിയിക്കലുമാണ്. നല്ല ജനത്തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. ഈ പ്രദേശത്തിലും മൊത്തം ആളുകളും അവിടെ വന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയം തോന്നിപ്പോയി. അത്രയ്ക്ക് ജനത്തിരക്കുണ്ടായിരുന്നു. ക്ഷേത്രസന്നിധിയിൽ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്ത് കലാരൂപമെന്ന് ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. പടയണീന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കലാരൂപത്തെക്കുറിച്ചാണോ എന്നറിയില്ല. മീനും എന്ത് ആലോചിച്ച് നിൽക്കുകയെന്നല്ലേ. ഏകദേശം ഒരു 6-7 വരിയോളം ഉണ്ടായിരുന്നു ആ ക്യൂവിൻ്റെ നീളം. ഈ 7 വരിയും കഴിഞ്ഞ് ക്ഷേത്രസന്നിധിയിലെത്താൻ എത്ര മണിയാകുമെന്ന് ആലോചിച്ചുള്ള നിപ്പാണ്, വേറൊന്നുമല്ല. അരമണിക്കൂറോളം ആ ക്യൂവിൽ തന്നെ നിന്നു. പിന്നീട് നമ്മൾ മോനെ നിർത്തിയിട്ട് മോളെ വിളിച്ചിട്ട് പോയിട്ട് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് തിരികെ പോയി. മോൾക്ക് പാനിപ്പൂരി വാങ്ങിക്കൊടുത്തു. അത് കഴിച്ചുകൊണ്ടുള്ള സന്തോഷം നിപ്പാണ്. എണ്ണിയാലും തീരാത്തത്ര സ്റ്റോളുകളുണ്ടായിരുന്നു അവിടെ. ഒന്നും വാങ്ങാനല്ലെങ്കിൽ കൂടിയും ഇതൊക്കെ നോക്കി നടക്കാനായിട്ട് വലിയ ഇഷ്ടമാണ് എനിക്ക്. ഇത് കണക്ക് എന്നെപ്പോലെ ഇഷ്ടമുള്ള കുറേ പേരെങ്കിലും ഉണ്ടാവുമല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ ഉണ്ടോ എന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് സ്റ്റോളുകൾ, അച്ചാറുകൾ, വളകൾ, ഫാൻസി ഷോപ്പുകൾ, എന്താണ് കഴിക്കാനുള്ളത്, ഐസ്ക്രീംസ്, എല്ലാം ഉണ്ടായിരുന്നു. ചില സ്റ്റോളുകളുടെ മുമ്പിലെത്തുമ്പം എൻ്റെ മീൻകുട്ടിയെ കാണില്ല, വണ്ടി ബ്രേക്ക് ഡൗൺ ആവും. എന്തിനു മുമ്പിലാണ് നിൽക്കുന്നതെന്നല്ലേ? ഐസ്ക്രീമാണ്. ഇനി അടുത്ത ഐസ്ക്രീം കിട്ടാനുള്ള തത്രപ്പാടിലാണ് മീൻകുട്ടി. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ദാഹിക്കണം. ഇനി കഴിച്ചല്ലോ, ഇനിയിപ്പോൾ ദാഹം തീർക്കാൻ ഇനി ജ്യൂസോ ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ സന്തോഷമായി. തിരികെ ക്ഷേത്ര സന്നിധിയിൽ തന്നെ വന്നു. 11:15 കയറിയതാണ്. ഏകദേശം 1:15 ആയപ്പോഴത്തേനും ക്ഷേത്ര നടയിൽ നിന്നും തിരികെ വീട്ടിൽ പോയി.